കായിക പ്രേമികളുടെയും വിദ്യാർത്ഥികളുടെയും കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് കടയിരിപ്പ് സെന്റ് പീറ്റേഴ്സ് സീനിയർ സെക്കൻഡറി സ്കൂളിൽ പണിതീർത്ത അത്യാധുനിക ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സ് ഇനി കായിക ലോകത്തിന് സ്വന്തം. സമുച്ചയത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന ഉന്നതതല വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നിർവഹിച്ചു. യുവത്വത്തിന്റെ പ്രസരിപ്പും ഊർജവും ക്ലാസ് മുറികളുടെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങിത്തീരേണ്ടതല്ലെന്ന് മന്ത്രി തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. നാളത്തെ തലമുറ ലഹരിയുടെ വഴിയിലേക്ക് വഴിതെറ്റിപ്പോകാതിരിക്കുവാൻ ശക്തമായ ഒരു കായിക സംസ്കാരം വളർത്തിയെടുക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്നും യുവതലമുറയുടെ കഴിവുകൾ കായിക മേഖലയ്ക്കും നാടിനും കരുത്തായി മാറുവാൻ ഇത്തരം കായിക പദ്ധതികൾക്ക് ഊന്നൽ നൽകണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് സ്പോർട്സ് ഫെസിലിറ്റി അല്ലെങ്കിൽ ഇതുപോലൊരു സ്പോർട്സ് അരീന അല്ലെങ്കിൽ ഒരു സ്പോർട്സ് ഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ആൻ എക്സ്റ്റൻഷൻ ഓഫ് എ ക്ലാസ് റൂം. ഒരു ക്ലാസ് റൂമിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഒരു സ്പോർട്സ് ഗ്രൗണ്ടിന് പ്രവർത്തിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ദാറ്റ് ഈസ് വേ യു ഗെറ്റ് ടു ലേൺ എ ലോട്ട് ഓഫ് തിങ്സ്. ക്ലാസ് മുറിക്കകത്ത് മാത്രമല്ല, ഇവിടെ നമുക്ക് ഒരു കായിക സംസ്കാരം വളർത്തിയെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ആരോഗ്യമായിട്ടുള്ള ഒരു ഫിറ്റ്നസ് കൾച്ചർ വളർത്തിയെടുക്കുക, ഒരു കായിക സംസ്കാരം വളർത്തിയെടുക്കുക എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. നമുക്ക് പുതിയ ജനറേഷനെ, യൂത്തിനെ എൻഗേജ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മാർഗമാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ, നമ്മൾ ലഹരിക്കെതിരായിട്ടൊക്കെയുള്ള വലിയ ക്യാമ്പയിനൊക്കെ നടക്കുന്ന ഒരു സമയമാണ്. നമുക്ക് ക്യാമ്പയിനോടൊപ്പം തന്നെ നമുക്ക് വി ഓൾസോ നീഡ് ടു സീ ഹൗ വി ക്യാൻ എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ദി എനർജി ഓഫ് ദ യൂത്ത്. അങ്ങനെ യൂത്തിൻ്റെ എനർജി വളരെ പ്രൊഡക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുവാനായിട്ട് അത് സ്പോർട്സിനൊക്കെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലുള്ള ഫെസിലിറ്റീസ് സ്കൂളിന് വലിയ ഒരു മുതൽക്കൂട്ടാണ്. ഇവിടെ പിന്നെ നമ്മൾ കായിക രംഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ദേ ഗെറ്റ് ടു ലേൺ എ ലോട്ട് ഓഫ് തിങ്സ് ഹിയർ. കാരണം ഒരു ഗ്രൗണ്ടിൽ വരുമ്പോഴാണ് കുട്ടികൾ ഒരു ടീം വർക്കിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്. ചടങ്ങിൽ സെന്റ് പീറ്റേഴ്സ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് പ്രസിഡന്റ് ജോസ് ജോൺ അധ്യക്ഷത വഹിച്ചു. കുന്നത്തനാട് MLA VP സജീന്ദ്രൻ ഡിജിറ്റൽ അൺവീലിംഗ് നിർവഹിച്ച് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഔദ്യോഗിക നാമകരണം പ്രഖ്യാപിച്ചു. പദ്ധതിയുടെ വിശദീകരണം ട്രസ്റ്റ് സെക്രട്ടറി അജു ജേക്കബ് നടത്തി. മികച്ച രീതിയിൽ സ്റ്റേഡിയം നിർമ്മാണം പൂർത്തിയാക്കുവാൻ നേതൃത്വം നൽകിയവരെ ട്രസ്റ്റ് ട്രഷറർ ജിബി തോമസ് ചടങ്ങിൽ ആദരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ RK മോസസ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിഭാഗം മേധാവി സുനിൽകുമാർ അപ്പുക്കുട്ടൻപിള്ള, മറ്റു ട്രസ്റ്റ് ഭാരവാഹികൾ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ച് ആശംസകൾ നേർന്നു. 3 കോടി രൂപ ചെലവഴിച്ച് 16,000 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഈ കൂറ്റൻ കായിക സമുച്ചയം നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ബാസ്കറ്റ്ബോൾ കോർട്ട്, ബാസ്കറ്റ്ബോളിനും വോളിബോളിനുമായി ഉപയോഗിക്കാവുന്ന മറ്റൊരു മൾട്ടി പർപ്പസ് കോർട്ട്, ക്രിക്കറ്റ് പ്രാക്ടീസ് നെറ്റ്, 2 പിക്കിൾ ബോൾ കോർട്ടുകൾ എന്നിവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. രാവെന്നോ പകലെന്നോ ഇല്ലാതെ കായിക പരിശീലനം സാധ്യമാക്കുന്ന ഫ്ലഡ് ലൈറ്റ് സൗകര്യം, വിശ്രമ മുറികൾ, വിശാലമായ കാർ പാർക്കിംഗ് എന്നിവയും ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കായിക പ്രേമികൾക്കായി പ്രൊഫഷണൽ കോച്ചിംഗ് പ്രോഗ്രാമുകളും പ്രധാന ടൂർണമെന്റുകളും ഇവിടെ സംഘടിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നതായി ട്രസ്റ്റ് ഭാരവാഹികൾ വ്യക്തമാക്കി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ആവേശകരമായ ബാസ്കറ്റ്ബോൾ ടൂർണമെന്റും സംഘടിപ്പിച്ചു.